everyone, this is Rizwana, your commerce faculty from Dizon campus. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 5 ഫോംസുകളാണ് ബിസിനസ് ഓർഗനൈസേഷന് വരുന്നത്. അതായത് 5 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് നമുക്ക് 5 രീതിയിൽ ഫോം ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു 5 ഫോംസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് എന്താണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. ദെൻ സെക്കൻഡ് വൺ പാർട്ട്ണർഷിപ്പ്, third one joint Hindu family business, fourth one cooperative society, then last one joint stock company. അപ്പോൾ നമുക്ക് ഓരോ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഡീറ്റെയിൽ ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ സോൾ എന്ന് വെച്ചാൽ എന്താണ്, സിംഗിൾ എന്നാണ് അർത്ഥം. ദെൻ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് അർത്ഥമാക്കുന്നത് ഓണർഷിപ്പ്, അതായത് ഉടമസ്ഥാവകാശം. അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയാണ് ഈ ഒരു ബിസിനസ് ഫോം ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഒറ്റ വ്യക്തിക്കാണ് ആ ഒരു ബിസിനസ്സിൽ കംപ്ലീറ്റ് ഓണർഷിപ്പും എന്നുണ്ടെങ്കിൽ അത്തരം ബിസിനസ്സിനെ അല്ലെങ്കിൽ അത്തരം ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോം ഓഫ് ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തി ആയിരിക്കും ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതും, അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതെല്ലാം ആ ഒരു ഒറ്റ വ്യക്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ബിസിനസ്സിൽ വരുന്ന എല്ലാ ബാധ്യതകളും അല്ലെങ്കിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും, അതായത് പരിധിക്കപ്പുറങ്ങളായിരിക്കും. കാരണം ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇടപാടുകളും, എല്ലാ കടബാധ്യതകളും മറ്റു ബാധ്യതകളെല്ലാം എല്ലാത്തിന്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരൊറ്റ വ്യക്തിക്കായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭം, അതായത് പ്രോഫിറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലോസ്, നഷ്ടമായാലും അതെല്ലാം ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ അത് ബിയർ ചെയ്യുന്നതെല്ലാം ഈ ഒരൊറ്റ വ്യക്തിയായിരിക്കും, അതായത് ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് തുടങ്ങാൻ വളരെ എളുപ്പമാണ്, ലീഗലായിട്ട് വലിയ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫോം ഓഫ് ബിസിനസ്സുകൾ വൈൻഡ് അപ്പ് ചെയ്യാൻ, അടച്ചു പൂട്ടാനും എന്താണ്, വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ രണ്ടാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് വരുന്നത് എന്താണ്, പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകത എന്താ, 2 അതിൽ കൂടുതൽ വ്യക്തികൾ പ്രോഫിറ്റ് മോട്ടീവ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാർട്ട്ണർഷിപ്പിലോട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും പാർട്ട്ണർ എന്നും കളക്റ്റീവായിട്ട് അവരെ ഫോംസും എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് വരുന്നത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. ഓക്കെ, ഈ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എന്താണ്, ഒരു ഫാമിലി നടത്തുന്ന ഒരു ബിസിനസ് ആണ്. അതായത് ഈ ഒരു ഫാമിലിയിലെ ഏറ്റവും വലിയ ഒരു മെമ്പർ, മൂത്ത ആയിട്ടുള്ള ഒരു അംഗമായിരിക്കും ഈ ഒരു ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ആ ഒരു മെമ്പറിനെ വിളിക്കുന്ന പേരാണ് കർത്ത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കർത്തയായിരിക്കും ഈ ഒരു ബിസിനസ്സിലെ കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന എല്ലാ ബാധ്യതകൾക്കും ഉത്തരവാദിത്വം ഏൽക്കുന്നതും ഈ ഒരു കർത്തയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫാമിലിയിലുള്ള മറ്റു അംഗങ്ങളെ പറയുന്ന പേരാണ് കോ പാർട്ട്നേഴ്സ്. ഓക്കെ, ദെൻ ഈ ഒരു ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും എന്താണ്, ഈ ഒരു ബിസിനസിന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ ഭാഗങ്ങളായിരിക്കും. ദെൻ ആ ഒരു ഫാമിലിയിൽ പുതുതായിട്ട് ജനിക്കുന്ന കുട്ടികളടക്കം എന്താണ്, ഈ ഒരു ബിസിനസിന്റെ മെമ്പേഴ്സ് ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ വോളണ്ടറി ആയിട്ട് സ്വമേധയാ എന്താണ്, മറ്റുള്ള ആളുകളുടെ ഫോഴ്സോട് കൂടെ അല്ലാതെ സ്വയം തോന്നിയിട്ട് എന്താണ്, അല്ലെങ്കിൽ സ്വമേധയാ എന്താണ് ഒരു ബിസിനസ് ഫോം ചെയ്യുന്നതിനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ ഇവരുടെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സർവീസസ് ഒക്കെ എന്നാണ്. ഉദാഹരണമായിട്ട് പറയാണ്, ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് എന്താണ്, കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു വീട്
ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ വിചാരിച്ചു എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ദെൻ അവസാനം വരുന്ന, അതായത് അഞ്ചാമത്തെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ വോളണ്ടറി ആയിട്ട് എന്താണ് പ്രോഫിറ്റിനെ മോട്ടീവ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ബിസിനസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് ബിസിനസ്സിനെ പറയുന്ന പേരാണെന്ത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോസുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.